അതിൽ ഈ അമ്മമാരും കൂടെ ഇരിക്കുന്ന ഒരു അമ്മയാണ് ഭാരതാമ്മ. നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ മണ്ണിന്റെ വില. അത് നിൽക്കുമ്പോൾ, അത് നിൽക്കുന്ന സമയത്ത് അതിന്റെ വില അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത്, അമ്മ ജീവനോട് ഇരുന്നപ്പോൾ അമ്മയുടെ പ്രാധാന്യം എനിക്ക് ഇത്ര അറിഞ്ഞില്ലായിരുന്നു. അമ്മ പോയതിനു ശേഷമാണ് എനിക്ക് അത് പ്രാധാന്യം അറിയാൻ പറ്റിയത്. അങ്ങനെയുള്ള ഭാരതാമ്മയുടെ രക്ഷ, നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് നമ്മുടെ കാറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ അറിയാൻ നമുക്ക് ഇതിന്റെ വില ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ നിലനിർത്തണമെങ്കിൽ നമുക്ക് ആ മണ്ണിനോടൊരു സ്നേഹം വേണം. ആ മണ്ണിന്റെ കളർ പല സ്ഥലത്തും പലതുമാണ്, പക്ഷെ മണ്ണ് തന്നെയാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. നമ്മൾ ജാതിയെന്നോ മതമെന്നോ അല്ലെങ്കിൽ പാർട്ടിയെന്നോ ഇതെല്ലാം നോക്കുന്നത്. ഞങ്ങൾ പട്ടാളക്കാരെ എന്നും വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. 3 ദൈവങ്ങൾക്ക് ഒരു കൂരയ്ക്ക് കീഴിൽ ഞങ്ങൾ 3 ദൈവങ്ങളെയും വെച്ചിട്ട് ആരാധിക്കുന്നുണ്ട്. ആ ദൈവങ്ങൾ ഒരിക്കലും തല്ലുകൂടാറില്ല, ഞങ്ങൾ തല്ലുകൂടാറില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്ത്യയിൽ ഈ പട്ടാളക്കാർ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ബിക്കോസ് അവർക്ക് ഈ 3 ദൈവങ്ങൾക്കും ശക്തി കിട്ടുന്നുണ്ടല്ലോ. സോ വൈ കാൻ വി കോൾ ഇറ്റ് ആസ് ഇന്ത്യൻ? ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരേ ഒരു ശക്തി, വി ആർ ഇന്ത്യൻസ്. അതിനകത്ത് നിങ്ങൾ പലതും പറയുന്നതായിരിക്കാം, പക്ഷെ ലെറ്റ് us get that spirit of Indian spirit. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. ഇത് പട്ടാളക്കാരെ കൊണ്ട് മാത്രം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല രാജ്യത്തിന്റെ സുരക്ഷ എന്നത്. നമ്മുടെ നാട്ടിലെ ഈ 110 കോടി ആളുകളിൽ വെറും 45 ലക്ഷമായ പട്ടാളക്കാരുള്ളൂ ഈ 110 കോടി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഇവരുടെ അടുത്തും ഈ 110 കോടിക്കകത്തുള്ള സ്ട്രെങ്ത് ഈ 45 ലക്ഷം പട്ടാളക്കാരെ അർപ്പിച്ചിരിക്കുകയാണ്. അവർ ആ ഒരു സ്പിരിറ്റ് വെച്ച് നിൽക്കുന്നത് കൊണ്ട് ഇന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. സോ നമ്മൾ ഈ 110 കോടി ആൾക്കാർക്കും അതേ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ? നമ്മുടെ രാജ്യത്തിന്റെ ഒരു നേരം ആലോചിച്ചു. സോ ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ രക്ഷാബന്ധന്റെ ദിവസത്തിൽ അധികമൊന്നും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ കൂടി ആണെന്നൊരു സംശയമുണ്ട്. എല്ലാ പോർഷനും പെയിനോട് ഞങ്ങൾ പരിചിച്ച് നിൽക്കുകയാണ്. സോ നോ മോർ ലെങ്തി ടോക്ക്, ഐ ക്യാൻ ഗിവ് ഇറ്റ്. ഒന്നാണ് ഈ രക്ഷാബന്ധൻ ദിവസത്തിൽ ഈ ഒരു ഫീല് നമ്മൾ എല്ലാവരുടെയും രക്തത്തിനകത്തോട്ട് കയറും. നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻസ്. ലെറ്റ് us work for that unity. ആ ഒരു ലക്ഷ്യം മാത്രം. നമ്മുടെ രാജ്യം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്, നമ്മുടെ ബന്ധുക്കാരൻ, കുടുംബക്കാരെന്നുള്ള ആളുകൾ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ആദ്യം നമ്മുടെ ബന്ധുക്കാരൻ, കുടുംബക്കാരൻ, അത് കഴിഞ്ഞിട്ടുള്ള രാജ്യം. അതൊന്ന് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗതി തന്നെ നല്ലൊരു ഗതിയിലോട്ട്. ഇപ്പൊ ഇരിക്കുന്ന പുതിയ യുവജന തലമുറയ്ക്ക് ആ ഒരു സ്പിരിറ്റ് കാണാനുണ്ട്. അതേ നമ്മുടെ മുതിർന്നിട്ടുള്ളവർ അതിനെ എൻകറേജ് ചെയ്തിട്ട് ഈ രാജ്യത്തെ സുരക്ഷിതത്തിലോട്ട് നയിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഒരു പട്ടാളക്കാരൻ ഞാൻ ഈ സാൻഡ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നടത്തുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. എപ്പോഴൊക്കെയാണോ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുള്ളത്, ആ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുവാൻ ഉള്ള പ്രതിജ്ഞ എടുക്കുന്നതിന്റെ
ഭാഗമായിട്ടാണ് രക്ഷാബന്ധൻ ആവിർഭവിച്ചിട്ടുള്ളത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം ഒടുവിൽ കിട്ടി 60 വർഷത്തെ ഒടുവിൽ കിട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ചരിത്രം സഹസ്രാബ്ദങ്ങളുടെയാണ് എന്ന് നാം തിരിച്ചറിയണം. സ്വാതന്ത്ര്യം കിട്ടിയ 60 വർഷം കഴിഞ്ഞുവെങ്കിലും നേടിയ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ വേണ്ടും വണ്ണം അറിയുന്നവരല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ ഭാരതത്തിലെ പൗരന്മാർ. അതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയേണ്ടി വന്നത്. എന്തുകൊണ്ട് ആദ്യം രാജ്യമെന്നും പിന്നീട് സമൂഹമെന്നും സമുദായമെന്നും കുടുംബമെന്നും താൻ എന്നും ഉള്ള സങ്കല്പത്തിലേക്ക് നാം വന്നില്ല? അങ്ങനെ ആയിരുന്നു വരേണ്ടിയിരുന്നത്, വരുത്തേണ്ടിയിരുന്നത്. 60 കൊല്ലത്തെ സ്വാതന്ത്ര്യം കൊണ്ട് അങ്ങനെ അല്ലാതെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ധാരണ വേണ്ടും വണ്ണമല്ല ലഭിച്ചത്, നൽകിയത് എന്ന സത്യം നാം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം പോലും വേണ്ടുവണ്ണമല്ല നമ്മളെ പഠിപ്പിച്ചത്. ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമാണ്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു സ്വത്വമുണ്ട്, അയാളുടെ ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റിയെ, ഭാവാത്മകമായ അയാളുടെ വ്യക്തിത്വത്തെ ആവിഷ്കരിക്കുവാനുള്ള അവസ്ഥയ്ക്കാണ് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ രാഷ്ട്രത്തിനും ഒരു വ്യക്തിത്വമുണ്ട്. ആ രാഷ്ട്രത്തിന്റെ വ്യക്തിത്വത്തെ ആവിഷ്കരിക്കുവാൻ ഉള്ള അവസ്ഥ എപ്പോഴാണോ ഉള്ളത് അതിനെയാണ് ആ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ വ്യക്തിത്വം, ഭാരതത്തിന്റെ സ്വത്വത്തിൽ നിന്ന് ആണ് സ്വതന്ത്രം എന്ന വാക്ക് ഉദ്ഭവിക്കുന്നത്. സ്വഭാവം, രാഷ്ട്രത്തിന്റെ വ്യക്തിത്വം എന്താണോ ആ വ്യക്തിത്വത്തിനെ ആവിഷ്കരിക്കുവാനുള്ള അവസ്ഥ നഷ്ടപ്പെടുന്നതിനെ സ്വാതന്ത്ര്യമില്ലായ്ക എന്നും അടിമത്തമെന്നും പറയാമെങ്കിൽ അത് നേടുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണ് സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ ബോധത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് രക്ഷാബന്ധൻ തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് നഷ്ടപ്പെടുകയും ഒടുവിൽ കിട്ടുകയും ചെയ്ത 60 വർഷമായി നാം അനുഭവിക്കുന്ന ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന വാക്കിനടിയിലുള്ള അതിന്റെ അന്തര അർത്ഥമായിട്ടുള്ള സ്വത്വബോധം, ഭാരതത്തിന്റെ വ്യക്തിത്വം എന്താണ് എന്ന് നാം അറിയാതെ പോയതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ അപജയത്തിന് കാരണമായി മാറിയത്. നാടിന്റെ വ്യക്തിത്വം ഏതാണെന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇന്നിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. വിദ്യാലയത്തിലും കലാലയത്തിലും സർവകലാശാലകളിലും പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് എഴുന്നേറ്റ് പറയാൻ ധൈര്യപ്പെടുമോ, ഞാൻ പഠിപ്പിച്ചത്, നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ നാടിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ബോധം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ അധ്യാപകരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഈ നാടിന്റെ വ്യക്തിത്വത്തിൽ കുറിച്ചുള്ള അറിവ് കൊടുക്കുകയും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നാടിനോട് അഭിമാനബോധം ഉണ്ടാവുകയും ആ അഭിമാനത്തിന്റെ പരിണത ഫലമായി ഈ നാടിന്റെ ഓരോ ഇഞ്ചും കാത്തു സൂക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ടവനാണ് താൻ എന്ന പൗരബോധം ഉണർത്തുന്ന വിദ്യാഭ്യാസമാണ് നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ 60 വർഷമായിട്ട് എന്ന് പറയാൻ കഴിയുമോ? അത് കിട്ടാതെ പോയതാണ്. ഈ നാടിന്റെ വ്യക്തിത്വത്തെ മറച്ചു വെച്ചതാണ് ഈ രാഷ്ട്രത്തിന്റെ ഇന്നത്തെ പരാജയത്തിന് കാരണം. എന്താണ് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമെന്നും വ്യക്തിത്വമെന്നും പറയുന്നത്? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമുക്കറിയില്ലെങ്കിൽ വിദേശിക്കറിയാം. ഒരു വിദേശിയൻ ഭാരതത്തിൽ പഠിക്കുവാൻ വന്നാൽ, ഒരു സായിപ്പ് ഭാരതത്തെ പഠിക്കുവാൻ വന്നാൽ, ഭാരതത്തിന്റെ സ്വത്വം എന്താണെന്ന്, വ്യക്തിത്വം എന്താണെന്ന്, സംസ്കാരം എന്താണെന്ന് പഠിക്കുവാൻ വന്നാൽ അയാൾ പഠിക്കുന്നത് ഏതായിരിക്കും? ഭാരതത്തിന്റെ ഭാഷയെക്കുറിച്ച് പഠിക്കുവാൻ വന്നാൽ അയാൾ ഏത് ഭാഷ പഠിക്കും? ഇംഗ്ലീഷാണോ പഠിക്കുക? പാഴ്സിയാണോ പഠിക്കുക? അറബി ഭാഷയാണോ പഠിക്കുക? ഏത് ഭാഷ? സംസ്കൃതമായിരിക്കും അയാൾ പഠിക്കുവാൻ ശ്രമിക്കുക. അതിന്റെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ എന്താണ്? കമ്പ്യൂട്ടറിന് അത് എങ്ങനെ ചേരും? ആധുനിക ഭാഷയും പ്രാചീന ഭാഷയും തമ്മിൽ എങ്ങനെയാണ് സംസ്കൃതത്തിൽ ഇണങ്ങി നിൽക്കുന്നത് എന്ന പഠിത്തമായിരിക്കും അയാൾ നടത്തുവാൻ ശ്രമിക്കുക. മറ്റൊരു ഭാഷയുമായിരിക്കില്ല. കാരണം അദ്ദേഹത്തിനറിയാം ഭാരതീയ ഭാഷ എന്ന് പറഞ്ഞാൽ, ഭാരതത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതമാണ് എന്ന്. ഭാരതത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുവാൻ വന്നാൽ, ഭാരതത്തിന്റെ സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുവാൻ വന്നാൽ, ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പഠിക്കുവാൻ വരുന്ന ഒരു വിദേശി, ഒരു സർവകലാശാല ഗവേഷകൻ ഏത് ഗ്രന്ഥമാണ് പഠിക്കുവാൻ ശ്രമിക്കുക? ഭാരതീയ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അയാൾ പഠിക്കുവാൻ പോകുന്നത് ഒരിക്കലും ഒരു വിദേശി എഴുതിയ ടോൾസ്റ്റോയിയുടെ നോവലായിരിക്കില്ല, അതിന്റെ വിവർത്തനവുമായിരിക്കില്ല. പിന്നെയോ ഉപനിഷത്തുക്കളായിരിക്കും പഠിക്കുക, വേദങ്ങളായിരിക്കും പഠിക്കുക.
ഭഗവത്ഗീതയായിരിക്കും പഠിക്കുക. ഒരിക്കലും ബൈബിളോ ഖുറാനോ പോലെയുള്ള പുസ്തകങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ടെങ്കിലും അതിനെ അനുസരിക്കുന്നവർ കോടാനുകോടി ഭാരതത്തിലുണ്ടെങ്കിലും വിദേശിയായിട്ടുള്ള ഒരുവൻ ഭാരതീയ മതത്തെക്കുറിച്ച് പഠിക്കുവാൻ വന്നാൽ, ഭാരതീയ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുവാൻ വന്നാൽ അയാൾ പഠിക്കുക വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും പുരാണങ്ങളും ഇതിഹാസങ്ങളുമായിരിക്കും. എന്തുകൊണ്ട്? അതാണ് ഭാരതീയത എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് കൊണ്ട്. ഭാരത മതത്തെക്കുറിച്ച് പഠിക്കുവാൻ വന്നാൽ ഏത് മതത്തെയാണ് അദ്ദേഹം പഠിക്കുവാൻ ശ്രമിക്കുക? ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഭാരതത്തിൽ വരേണ്ട ആവശ്യമില്ല. ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഭാരതത്തിൽ വരേണ്ട ആവശ്യമില്ല. ജൂതമതത്തെക്കുറിച്ച് പഠിക്കുവാൻ ഭാരതത്തിൽ വരേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് മതം? ഭാരതീയ മതസങ്കല്പം തന്നെ വേറെയാണെന്നും ഒന്ന് വ്യത്യസ്തമാണെന്നും തിരിച്ചറിയുന്നത്, മതസങ്കല്പം പോലും വേറെയാണെന്ന് തിരിച്ചറിയുന്നത് ഭാരതത്തിൽ വരുമ്പോഴായിരിക്കും. ഭാരതത്തിന് വെളിയിൽ മതമെന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനും അദ്ദേഹത്തിന്റെ വാക്യങ്ങളെ ക്രോഡീകരിച്ച ഒരു മതഗ്രന്ഥവും അതിന്റെ നിയമങ്ങളെ വിടാതെ പാലിക്കുന്ന മത അനുയായികളെയും അടങ്ങുന്ന മതസംവിധാനങ്ങളാണ് ഭാരതത്തിന് വെളിയിൽ പഠിച്ചിട്ടുള്ളതെങ്കിൽ, ഭാരതത്തിൽ വരുമ്പോൾ ഏത് മതത്തെയാണ് പഠിക്കുക? ബുദ്ധമതത്തെ പഠിക്കണോ? ജൈനമതത്തെ പഠിക്കണോ? ശൈവമതം, വൈഷ്ണവ മതം, ഗാണപത്യ മതം, ഏത് മതം? ശാക്തായ മതം, സിഖ് മതം, ഏത് മതത്തെ പഠിക്കും? മതത്തെക്കുറിച്ചുള്ള സങ്കല്പം പോലും അയാൾക്ക് തിരുത്തേണ്ടി വരും. എന്തുകൊണ്ട്? ഭാരതീയ മതസങ്കല്പം തന്നെ ഒന്ന് വേറെയാണ് എന്ന അറിവിലേക്ക്, ബോധത്തിലേക്ക് അയാൾ ഉണരും. യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛസി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിധതാംഹം എന്ന് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ്. ആര് ഏത് ഈശ്വരനെ ആരാധിക്കുന്നോ ആ ഈശ്വരനിലൂടെ തന്നെ അയാൾക്ക് ഞാൻ ദർശനം നൽകും, അദ്ദേഹത്തിന് മോക്ഷം നൽകും എന്ന ഭഗവത്ഗീതയുടെ സന്ദേശം ഭാരതത്തിന് വെളിയിൽ ഒരു മതവും പറയില്ല. ഭാരതത്തെ പഠിക്കുവാൻ വരുന്ന ഒരു വിദേശി ഭാരതീയ മതം എന്ന് പറഞ്ഞാൽ ഈ ആധ്യാത്മികതയാണ്, സ്പിരിച്വാലിറ്റിയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അത് പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഭാരതത്തിന്റെ കലകളെ കുറിച്ച് പഠിക്കുവാൻ വന്നാൽ, കലകളിൽ വിശാരദനായിട്ടുള്ള, കലകളിൽ ആഭിമുഖ്യമുള്ള, സാഹിത്യത്തിലും കലയിലും സംഗീതത്തിലും നൃത്തത്തിലും ആഭിമുഖ്യമുള്ള ഒരുവൻ ഭാരതത്തിൽ വന്നാൽ പഠിക്കുന്നത് ഏതായിരിക്കും? ഭാരതീയ കലയെക്കുറിച്ച് പഠിക്കുവാൻ വന്നാൽ, കേരളത്തിൽ വന്നാൽ ഏതെന്ന് പറയാൻ നമുക്ക് പെട്ടെന്നറിയാം. കഥകളിയും കൂത്തും കൂടിയാട്ടവും ഒക്കെയല്ലേ പഠിക്കുക? ഭരതനാട്യവും കുച്ചിപ്പുടിയുമല്ലേ? അതിനെക്കുറിച്ചാണ് ഗവേഷണം നടത്തുക. കളരി പോലും ഒരു കലയായിട്ട് പഠിക്കുന്ന കേരളത്തിൽ അതിനെക്കുറിച്ചായിരിക്കും ഗവേഷണം നടത്തുന്നത്. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ജപ്പാനിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന് കളരിയെക്കുറിച്ച് പഠിക്കുവാൻ. എന്തുകൊണ്ട്? ഭാരതീയ കലയും സാഹിത്യവും എന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിക്കുവാൻ വരുന്നത് ബ്രേക്ക് ഡാൻസിനെ കുറിച്ചായിരിക്കില്ല, മറിച്ച് ഭാരതീയ കലകൾ, അതിനുള്ളിൽ ഒരു സത്തയുണ്ട്, അതിനുള്ളിൽ ഒരു സന്ദേശമുണ്ട്. ഏതായിരിക്കും അത്? നമ്മളെല്ലാം കേൾക്കുകയും കാണുകയും പഠിക്കുകയും ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഈ കലയുടെയും നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭാരതീയമായ കാഴ്ച എന്ന് പറയുന്നത് ഓരോ കാഴ്ചയും ഓരോ കലയും ഈശ്വരത്വത്തിലേക്ക് നയിക്കുന്നതായിരിക്കും, സാത്വികതയിലേക്ക് ഉയർത്തുന്നതായിരിക്കും. അതാണ് ഭാരതീയ കലയുടെ സവിശേഷത. അത് പഠിക്കുവാൻ വേണ്ടിയാണ് ഒരു വിദേശി ഭാരതത്തിൽ വരുന്നത്. വിദേശ കലകൾ പഠിക്കുവാൻ വേണ്ടിയിട്ടല്ല. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഭാരതീയ വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ച്, കുടുംബസങ്കല്പത്തെക്കുറിച്ച് ഓരോന്നും പഠിക്കുവാൻ വരുമ്പോൾ വിദേശിക്ക്, ഒരു വിദേശീയനായ, ഒരു ആകാംക്ഷാഭരിതനായ ഒരു വിദ്യാർത്ഥിക്ക് ഭാരതീയതയെക്കുറിച്ച് പഠിക്കുവാൻ സംശയമില്ല. അദ്ദേഹം വന്നാൽ എന്തുകൊണ്ട് പ്രാചീനമായ ഈ സംസ്കാരം ഇന്ന് നിലനിൽക്കുന്നു? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഒരു വിദേശ ദമ്പതിമാരെ കണ്ടു. അവർ കേരളം കാണാൻ വന്ന ടൂറിസ്റ്റുകളാണ്. യാദൃശ്ചികമായി പരിചയപ്പെടുവാൻ ഇടയായി ചില സംഘർഷങ്ങളൊക്കെ അതിനുള്ളിലുണ്ടായപ്പോൾ ആ വിദേശികളെ പരിചയപ്പെട്ടപ്പോൾ എലീസ എന്ന് പറയുന്ന യുവതി ഗ്രീസിൽ നിന്ന് വന്നതാണ്. അവർ അധ്യാപികയാണ്. അവരുടെ ഭർത്താവ് ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ. ഞങ്ങൾ 2-3 പേര് കൂടി അറിയാവുന്ന ഭാഷയിലൊക്കെ മുക്കിയും മൂളിയും ചോദിച്ചു, അല്ല നിങ്ങൾ ഏത് രാജ്യക്കാർ? ഗ്രീസ് എന്ന് കേട്ടപ്പോ നമുക്ക് ആവേശം കൂടി. കാരണമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 കാരണം കൊണ്ടാണ് ഗ്രീസിനോട് ഭാരതത്തിന് അഭേദ്യമായ ബന്ധം. ഒന്ന്, പ്രാചീനമായ സംസ്കാരങ്ങൾ, ഏറ്റവും പ്രാചീനമായ സംസ്കാരം നിലനിന്ന 2 രാഷ്ട്രങ്ങളാണ് ഗ്രീസും ഭാരതവും. അതാണ് ഒരു ആദ്യത്തെ ബന്ധം. രണ്ടാമതൊരു ബന്ധമുണ്ട്, അത്ര സുഖമല്ലാത്തൊരു ബന്ധം. അതേതാണ്? ലോക ചരിത്രത്തിലാദ്യമായി, ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഭാരതത്തിലേക്ക് ഒരു വിദേശ ഭരണാധികാരി ആക്രമിച്ചു വന്നത് ഗ്രീസിൽ നിന്നാണ്, അലക്സാണ്ടർ. ആ 2 ബന്ധവും ഉണ്ടായിരുന്നത് കൊണ്ട് അവരോട് കൂടുതൽ സംസാരിച്ചു. സംസാരത്തിനിടയിൽ ചോദിച്ച ഒരു ചോദ്യം,
നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും വിശിഷ്ടമായ സംസ്കാരവും വിദ്യാഭ്യാസവും ശാസ്ത്രവും ഒക്കെ വളർന്ന് പരിലസിച്ചിരുന്ന ഗ്രീസിന്റെ ഗതി ഇപ്പോൾ എന്താണ്? നിങ്ങളുടെ സംസ്കാരം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതുവരെ വാചാലമായി സംസാരിച്ചിരുന്ന എലീസ എന്ന അധ്യാപിക കുറെ നേരം മിണ്ടാതെയിരുന്നു. പെട്ടെന്ന് അവർ ധൈര്യം സംഭരിച്ചിട്ട് പറഞ്ഞു, അല്ല, ഞങ്ങളത് സംരക്ഷിച്ചിട്ടുണ്ട്, കേടുകൂടാതെ ഞങ്ങൾ പഴയ ആരാധനാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്, പഴയ കൊട്ടാരങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, പുരാവസ്തു വകുപ്പുകൾ ഞങ്ങൾക്കുണ്ട്, അതിന്റെ കീഴിൽ ഈ പറയുന്ന പ്രാചീനമായ സംസ്കാരങ്ങളുടെ ഈടുവെപ്പുകൾ മുഴുവൻ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്റെ അറിയാവുന്ന ഭാഷയിൽ, അതല്ല അറിയേണ്ടത്, ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടായിരുന്ന ഗ്രീസിന്റെ സംസ്കാരം ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും മൗനം പാലിച്ചു. ഭർത്താവ്, അതുവരെ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന ഭർത്താവ് പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ എന്നാണോ ഒരു മതം വന്നത് അതോടുകൂടി ഞങ്ങളുടെ പ്രാചീനമായ സംസ്കാരങ്ങൾ മുഴുവൻ മുടിഞ്ഞുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു. അത്ര പ്രാചീനമായ സംസ്കാരങ്ങൾ, ഗ്രീസ്, പേർഷ്യ, ഈജിപ്ഷ്യൻ സംസ്കാരം ഒക്കെ നാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഈ പാഠപുസ്തകങ്ങളിൽ പഠിച്ച സംസ്കാരങ്ങളുടെ മുഴുവൻ ശവസംസ്കാരം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഭാരതം ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് നമുക്കതിന് പറയുവാൻ കഴിയുന്നത്, ഭാരതത്തിന്റെ കുടുംബ സങ്കല്പം. എന്റെ അച്ഛനും അമ്മയിൽ നിന്ന് തുടങ്ങുന്ന കുടുംബം വളർന്നു വലുതായി എന്റെ ബന്ധുക്കൾ, എന്റെ നാട്ടുകാർ, എന്റെ രാജ്യവാസികൾ, ഭാരതീയർ മുഴുവൻ എന്റെ സഹോദരിയും സഹോദരനും എന്ന സങ്കല്പം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഒരമ്മ വേണം. അധ്യക്ഷൻ അങ്ങ് പറഞ്ഞ അമ്മ, ഭാരതമാതാവ് എന്ന സങ്കല്പം, ആ അമ്മയിൽ നിന്ന് ഉദരൻ, ഒരേ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൾ ഉണ്ടാവൂ. ആ അമ്മ എന്ന സങ്കല്പം, വന്ദേ മാതരം എന്ന സങ്കല്പം ഇന്ന് പാടില്ല ഭാരതത്തിൽ. അതിരിക്കട്ടെ, അത് മറ്റൊരു വിഷയം. ഈ ഭാരതീയ കുടുംബ സങ്കല്പമാണ് ഭാരതത്തിന്റെ പ്രാചീനതയ്ക്ക് അടിസ്ഥാനം. ആ കുടുംബ സങ്കല്പത്തെ കുറിച്ച് പഠിക്കുവാൻ വിദേശി വരും. കുടുംബ സങ്കല്പത്തിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കുടുംബം വേണ്ട, പുതിയ ഒരു സാഹിത്യമുണ്ടല്ലോ, പെണ്ണെഴുത്ത്. എന്താ പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു സിമ്പോസിയത്തിൽ ഞാൻ ശ്രോതാവായി ഇരുന്ന് കേൾക്കുവാനിടയായി. ബുദ്ധിജീവികൾ നടത്തിയ, പുരോഗമനവാദികൾ നടത്തിയ ഒരു സിമ്പോസിയം. ആ സിമ്പോസിയത്തിലെ പ്രമേയം, വിഷയം വനിതാ വിമോചനമാണ്, സ്ത്രീ വിമോചനം. അവിടെ കേട്ട പ്രസംഗം, ഒരു ബുദ്ധിജീവി പ്രസംഗിച്ചത് എന്താണെന്നറിയുമോ? സ്ത്രീകളോടാണ് പ്രസംഗിച്ചത്. നിങ്ങളെ മുഴുവൻ അടിമയാക്കി വെക്കുവാൻ വേണ്ടിയാണ് ഭാരതത്തിൽ കുടുംബസങ്കല്പം ഉണ്ടാക്കിയത്. 2, നിങ്ങളെ മുഴുവൻ അടിമയാക്കി വയ്ക്കുവാൻ വേണ്ടിയാണ് ഭാരതത്തിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും എഴുതിയത്. ഈ 2 കാര്യങ്ങൾ ഭാരതത്തിൽ ഉണ്ടാക്കി വെച്ചത് ഭാരതത്തെ അടിമയാക്കി, ഭാരതത്തിലെ സ്ത്രീകളെ അടിമയാക്കി വെക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക്, യുവതികൾക്ക് മോചനം വേണമെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന തരത്തിൽ നിങ്ങൾ ജീവിക്കണം. ഈ കുടുംബ ബന്ധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയണം. അങ്ങനെ നിങ്ങൾക്ക് മോചനമുണ്ടാവൂ. സാഹിത്യം എഴുതണമെങ്കിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന സാഹിത്യം എഴുതിയാൽ നിങ്ങൾ പെണ്ണെഴുത്തുകാരിയാകും. അങ്ങനെ നിങ്ങൾ മോചനം നേടണം എന്ന് പ്രസംഗിക്കുന്നു. ആ പ്രസംഗം കേട്ടപ്പോൾ എന്റെ കയ്യിൽ ഒരു കണക്കുണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ സംസാരിച്ച കാര്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ കുടുംബ ബന്ധങ്ങളെ തകർക്കണം എന്ന് ബുദ്ധിജീവികളും പുരോഗമനവാദികളും ആധുനിക സാഹിത്യ വിശാരദന്മാരും പറയുമ്പോ ഈ സ്വാതന്ത്ര്യം ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യം ഏതാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ഏതിനും ഉദാഹരിക്കുന്ന അമേരിക്ക, സ്വാതന്ത്ര്യത്തിന് ഉദാഹരിക്കുന്നത് അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ സ്വതന്ത്ര ജീവിതത്തിന്, അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധങ്ങളെ അറുത്തെളിഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചു മരിക്കുന്ന അമേരിക്കയുടെ ഗതി എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ആ രാജ്യത്ത് ഒരു വർഷം 22 മുതൽ 25 ലക്ഷം വരെ കുട്ടികൾ, 15 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കൗമാരപ്രായക്കാർ കുറ്റവാളികളാണ്. 25 ലക്ഷം വരെ. മറ്റൊന്ന്, അതിൽ തന്നെ 7.5 ലക്ഷം കുട്ടികളും കൊലപാതകം, ബലാത്സംഗം, ഈ 3 കാര്യത്തിലാണ് ഇത്രയധികം കുട്ടികൾ കുറ്റവാളികളായി അമേരിക്കയിൽ കേസിൽപ്പെടുന്നത്. മറ്റൊരു കാര്യം,
ആ രാജ്യത്തുള്ള ഇതേ പ്രായക്കാരിൽ, കൗമാരപ്രായക്കാരിൽ 15-നും 19 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ 50% പെൺകുട്ടികളും 55% ആൺകുട്ടികളും പിഴച്ച ജീവിതമാണ് നയിക്കുന്നത്. ഈ പ്രായത്തിനുള്ളിൽ അവർ വിവാഹ ജീവിതത്തിന് ശേഷം നയിക്കേണ്ട ജീവിതം നടത്തിയിട്ടുണ്ടാകും. 19 വയസ്സിനുള്ളിൽ 55% കുട്ടികൾ. ഇതിനെക്കുറിച്ച് അവർ പഠിച്ചു, ഗവേഷണം നടത്തി. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ശാസ്ത്രജ്ഞന്മാർ പുരോഗമന നടത്തുവാൻ വേണ്ടി, രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒന്നിച്ചുകൂടിയിരുന്ന് പഠിച്ചു, ഗവേഷണം നടത്തി. ഇത്രയും കുറ്റവാളികൾ ഉണ്ടാകുവാൻ കാരണമെന്ത്, ഇത്രയും കുട്ടികൾ വഴിപിഴച്ചു പോകാൻ കാരണമെന്ത് എന്ന് ചോദിച്ച് പഠിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയത് ഒരൊറ്റ വാക്യത്തിൽ അവർ സമാഹരിച്ചതിന്റെ റിപ്പോർട്ട് എന്റെ കൈവശമുണ്ട്. അവർ അതിൽ പറഞ്ഞത്, ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലി ഈസ് ദ റിയൽ റൂട്ട് കോസ് ഓഫ് ക്രൈം ഇൻ അമേരിക്ക. ഇതാണ് അവർ കണ്ടെത്തിയത്. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലതയാണ്, തകർച്ചയാണ് ഇത്രയധികം കുട്ടികൾ വഴിപിഴച്ചു പോകുവാൻ, കുറ്റവാളികളാകുവാൻ കാരണമെന്ന് അവർ കുടുംബം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുകയാണ്. 3 വർഷത്തിനുള്ളിൽ അനാഥരാവുന്ന ശിശുക്കൾ, വാത്സല്യമെന്തെന്നറിയാതെ, അമ്മയുടെ തലോടലേൽക്കാതെ, മുലപ്പാല് നുണയാതെ, അച്ഛന്റെ വാത്സല്യം നുകരാതെ വളരുന്ന കുട്ടികൾ കൊടും കുറ്റവാളികളായി അവരുടെ മനസ്സിലുണ്ടാവുന്ന വീർപ്പുമുട്ടുകളെ മുഴുവൻ സഹിക്കവയ്യാതെ കൂട്ടുകാരിലേക്ക്, സഹജീവികളിലേക്ക് തോക്കിൻ കുഴലിലൂടെ പകയായി പരിണമിപ്പിക്കുമ്പോൾ, ആ രാജ്യം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ പണിയെടുക്കുന്നത് എന്താണ്? എന്ത് കാരണത്താലാണോ ആ രാജ്യം തകർന്നത്, ആ കാരണം നമ്മൾ ഇവിടെ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു. ഭാരതീയതയെ കുറിച്ച് പഠിക്കുവാൻ വരുന്ന ഒരു വിദേശി ഭാരതീയ കുടുംബ സങ്കല്പത്തെ കുറിച്ച് പഠിക്കും. ഭാരതീയത എന്ന് പറയുന്നത് ഈ കുടുംബ സങ്കല്പവും, ഈ വേദങ്ങളും, ഈ ഉപനിഷത്തും, ഈ സംസ്കൃതവും, അതിന്റെ പിന്നാലെ വരുന്ന 100,000 ശാസ്ത്രങ്ങളും ഒക്കെയാണ്, മതസങ്കല്പവും കലാസങ്കല്പവും ഒക്കെയാണ് എന്ന ബോധം അവർക്കുണ്ട്. ഭാരതത്തിന് വെളിയിലുള്ളവർക്ക്, ഭാരതീയരായ നമുക്കുണ്ടോ? ഇതാണ് ഭാരതീയത എന്ന്, ഇതാണ് ഭാരതീയ സംസ്കാരമെന്ന് എത്ര പേർക്കറിയാം? എത്ര പേരെ പഠിപ്പിച്ചു? നിങ്ങളല്ല കുറ്റവാളികൾ, നമ്മളല്ല കുറ്റവാളികൾ, നമ്മളെ പഠിപ്പിച്ചില്ല. ഇതാണ് ഭാരതീയത എന്ന ഈ ഭാരതീയതയുടെ, ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഉദ്ഘോഷിക്കുന്ന, ഈ പുരാണങ്ങളും കലയും സാഹിത്യവും പഠിപ്പിക്കുന്ന, ഈ മതസങ്കല്പങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഭാരതീയത. ആ ഭാരതീയതയുടെ ആവിഷ്കാരത്തിനെയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ ഭാരതീയതയുടെ ആവിഷ്കാരമാണ് ഭാരതീയത. ഇതെപ്പോഴൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭാരതം അടിമയായിട്ടുണ്ട്. അലക്സാണ്ടർ തൊട്ട് ഇങ്ങോട്ട് മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ബിൻ കാസിമും ഒക്കെ വന്ന മുഗളന്മാരുടെ ആക്രമണങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭാരതീയതയെ എപ്പോഴൊക്കെയാണോ നാം ഉപേക്ഷിച്ചത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, അപ്പോഴൊക്കെ ഭാരതം അടിമയായി. ആ അടിമയായ സന്ദർഭങ്ങളിലൊക്കെ അതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി നാം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞയുടെ അടയാളമാണ് രാഖി ബന്ധൻ. ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർ പഠിച്ചിട്ടുണ്ട്. പണ്ട് ഹിന്ദി പാഠപുസ്തകത്തിൽ രാഖി എന്ന് പറഞ്ഞിട്ടൊരു പാഠം ഒരുപക്ഷെ നമ്മുടെ ബഹുമാന്യ അധ്യക്ഷനും പഠിച്ചിട്ടുണ്ടാവും. രാഖി എന്ന് പറയും. ആദ്യത്തെ രക്ഷാബന്ധൻ അങ്ങനെയാണ്. ദേവന്മാരുടെ രാജ്യത്തെ ദൈവീകതയെ ആസുരന്മാർ ആക്രമിച്ചപ്പോൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ ദേവന്മാര് യുദ്ധം നടത്തുവാൻ പുറപ്പെട്ടപ്പോൾ ആ ദേവന്മാർ എടുത്ത പ്രതിജ്ഞയുടെ അടയാളമാണ് ആദ്യത്തെ രാഖി ബന്ധനം. പിന്നീട് മുഗളന്മാർ ഭാരതത്തിലേക്ക് ആക്രമിച്ചു വന്നപ്പോൾ ആ മുഗളന്മാരിൽ നിന്നും ഭാരതത്തെ രക്ഷിക്കുവാൻ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ രജപുത്രർ അനുഷ്ഠിച്ചു പോന്ന ആചാരമാണ്, ആഘോഷമാണ് രാഖി ബന്ധനമായിട്ട് ഭാരതത്തിൽ തുടർന്നത്. അതിനുശേഷം വീണ്ടും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. ഭാരതത്തിനെ വിഭജിച്ച ഒരു സന്ദർഭം. 47 വിഭജിച്ചു എന്നല്ലേ നാം കേട്ടത്. അതിനു മുമ്പൊരു വിഭജനം നടന്നു 1905. അന്ന് ഭാരതത്തെ വിഭജിച്ചപ്പോൾ ആ വിഭജനത്തിൽ നിന്നും ഞങ്ങൾ മോചിതരാവും, ഭാരതത്തിന് നഷ്ടപ്പെട്ട ഐക്യം വീണ്ടെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ 10,000-കണക്കിന് ഭാരതീയർ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ മതവിശ്വാസികളും അതിനെല്ലാം അതീതരായി ഒന്നിച്ചുകൂടി പരസ്പരം രാഖി ബന്ധിച്ച് ഉഗ്രപ്രതിജ്ഞയെടുത്തു. ഈ വിഭജനം റദ്ദു ചെയ്യുന്നിടം വരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞ് നടത്തിയ സമരം അവർ പരസ്പരം രാഖി ബന്ധിച്ചാണ് പ്രതിജ്ഞയെടുത്തത്. ഈ സ്വാതന്ത്ര്യം വീണ്ടെടുക്കും, ഈ വിഭജനം ഞങ്ങൾ ഇല്ലാതെയാക്കും, അഖണ്ഡത സാക്ഷാത്കരിക്കും. 1909 വരെ നടത്തിയ സമരത്തിന്റെ പരിണത ഫലമായി ബ്രിട്ടീഷുകാരന് വിഭജനം റദ്ദു ചെയ്യേണ്ടി വന്നു. ഭാരതീയന്റെ മുമ്പിൽ
മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ ആ സ്വാതന്ത്ര്യം വീണ്ടും നഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് വീണ്ടും തുടക്കത്തിൽ പറഞ്ഞ ഭാരതീയത ആവിഷ്കരിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ, ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് ഹിന്ദുസ്ഥാനിൽ ഹിന്ദു എന്ന് പറയുന്നത് പോലും നമ്മളെ കോർണർ ചെയ്യുവാനുള്ള, ഭാരതീയതയെ കോർണർ ചെയ്യുവാനുള്ള കാര്യമാക്കി മാറ്റിയില്ലേ? ഹിന്ദു എന്ന് പറയുവാൻ പാടില്ല ഹിന്ദുസ്ഥാനിൽ, അത് വർഗീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒഴിവാക്കിയില്ലേ? ഭാരതീയമായതെന്തും ഇപ്പോൾ ഉപേക്ഷിപ്പിക്കുവാൻ ഉള്ള പഠിപ്പിക്കലാണ് നടത്തുന്നത്. ഭാരതീയമായതിനെ മുഴുവൻ തള്ളിപ്പറയുവാനോ അതിനെ നിഷേധിക്കുവാനോ പഠിക്കാതിരിക്കുവാനോ ഉള്ള ശ്രമങ്ങളല്ലേ നടന്നു വരുന്നത്? ഭാരതത്തിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു നദിയല്ലേ സരസ്വതി നദി. ആ നദിയെ വീണ്ടെടുക്കുവാൻ ഇന്നുമുണ്ട് ആ നദി. ആ സരസ്വതി നദിയെ വീണ്ടെടുക്കുവാൻ 1992 അന്നത്തെ ഗവൺമെന്റ് ഒരു പ്രോജക്ട് വെച്ചു, സരസ്വതി നദി ഹെറിറ്റേജ് പ്രോജക്ട്, SHP എന്ന് പറഞ്ഞിട്ട്. ആ പ്രോജക്ട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ബ്ലോക്ക് ചെയ്തു. എന്താ കാരണം? വേൾഡ് ബാങ്കിന്റെ വലിയ ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ കല്യാണരാമൻ, തമിഴ്നാടുകാരൻ, അദ്ദേഹം ആ ജോലി രാജിവെച്ച് ഭാരതത്തിൽ തിരിച്ചു വന്ന ശാസ്ത്രജ്ഞന്മാരെ സമാഹരിച്ച് 50ലധികം ശാസ്ത്രജ്ഞന്മാരുമായിട്ട് അദ്ദേഹം വലിയ പ്രോജക്റ്റ് ആവിഷ്കരിച്ചു. ഈ സരസ്വതി നദിയെ കണ്ടെത്താൻ കഴിയും എന്ന് അദ്ദേഹം തിരിച്ചറിയുക മാത്രമല്ല, റൂട്ട് മാപ്പ് കണ്ടെത്തുകയും അവിടെ പല സ്ഥലങ്ങളിലും 50 സ്ഥലങ്ങളിൽ ഖനനം നടത്തി ഈ സരസ്വതി നദിയുടെ ഒഴുക്ക് കണ്ടെത്തി. ഇനി അത് ഖനനം ചെയ്താൽ വീണ്ടും ഈ നദിയെ ഒഴുക്കാം എന്നവരെ ISROയും ജിയോളജി വകുപ്പും ആർക്കിയോളജി വകുപ്പും ചേർന്ന് കണ്ടെത്തിയ ശാസ്ത്ര സത്യം. സരസ്വതി നദി മിത്തല്ല, മിഥ്യയല്ല, അത് സത്യമാണ്. വേദങ്ങളിൽ പറയുന്ന സരസ്വതി ഭാരതത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സർക്കാരിന്റെ മുമ്പിൽ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു, അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ തടഞ്ഞു. എന്താ കാരണം? സരസ്വതിയെ കണ്ടെത്തിയാൽ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനം നമ്മളെ പഠിപ്പിച്ചത് സിന്ധു നദീതട സംസ്കാരം എന്നാണ്. പിന്നീട് നമ്മളെ പഠിപ്പിച്ചത് ഹാരപ്പൻ മൊഹഞ്ചദാരോ സംസ്കാരം എന്നാണ്. 5000 വർഷമെന്നും 10000 വർഷമെന്നും ഒക്കെ പറയുന്നു. പക്ഷേ സരസ്വതി നദീതട സംസ്കാരത്തെ കണ്ടെത്തിയാൽ 50,000ങ്ങളുടെ ലക്ഷങ്ങളുടെ വർഷം പഴക്കം ഭാരതീയ സംസ്കാരത്തിനുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടും. അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ നമുക്ക് അഭിമാനം ഉണ്ടാവും, നമ്മുടെ പൗരന്മാർക്ക് സ്നേഹമുണ്ടാവും രാജ്യത്തോട്, നമ്മുടെ ജനങ്ങൾക്ക് ഈ നാടിന്റെ സംസ്കാരത്തിനോട് പ്രതിപത്തി ഉണ്ടാവും. ആ പ്രതിപത്തി കൊണ്ട് അവർക്ക് രാജ്യത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള പ്രേരണയുണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ രാഷ്ട്രീയമായ ലാഭങ്ങൾ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അവർ തീരുമാനിച്ചു സരസ്വതി നദി പ്രോജക്ട് ഇനി തുടരേണ്ടതില്ല. അതിന്റെ MPമാരുടെ കമ്മിറ്റി പറഞ്ഞത് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെടും, അതുകൊണ്ട് ഈ പ്രോജക്ട് നടപ്പാക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട്? ഇത് കണ്ടെത്തിയാൽ, ഈ നാട്ടിലെ ജനങ്ങൾ അഭിമാനപുളകിതരായാൽ, ഈ നാടിന്റെ ചരിത്രം തിരുത്തി എഴുതേണ്ടി വന്നാൽ, ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പഴക്കം 10,000ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും നീണ്ടുപോയാൽ, ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ തത്വശാസ്ത്രങ്ങൾ വിലപ്പോകാതെ വരും. അതുകൊണ്ട് അതിനെ നിഷേധിച്ചു. ഭാരതീയത കണ്ടെത്താൻ പാടില്ല എന്ന്. അടുത്ത നാളിൽ ഒരു പദ്ധതി പത്രങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ? രാമേശ്വരത്തെ രാമസേതു ഇനി തിരിച്ചെടുക്കുവാൻ പാടില്ല. എന്താ കാര്യം? അത് അല്ല, തകർക്കുവാൻ പോകുന്നു. എന്തുകൊണ്ട്? അത് തകർത്തില്ലെങ്കിൽ ആ രാമസേതു സത്യമാണെന്നും ശാസ്ത്രീയ ദൃഷ്ടിയ അത് ശരിയാണെന്നും തെളിയിക്കപ്പെട്ടാൽ ഭാരതത്തിന്റെ വീണ്ടും സാംസ്കാരിക പൈതൃകം എത്ര ലക്ഷം വർഷം പുറകോട്ട് പോകണം? ആ രാമസേതുവിനെ കളയുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ളത് അത് മനുഷ്യരുണ്ടാക്കിയോ മൃഗങ്ങളുണ്ടാക്കിയോ പ്രകൃതി ഉണ്ടാക്കിയോ അത് വിടുക. എന്തായാലും ആ സേതു ഉണ്ട്. ആ സേതുവിനെ സംരക്ഷിക്കുകയല്ലേ അഭിമാനമുള്ള രാജ്യ നേതാക്കന്മാർ ചെയ്യേണ്ടത്, രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത്, ഭരണാധികാരിമാർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടവർ അത് ചെയ്യുന്നില്ല? ഈ നാടിന് അഭിമാനമുണ്ടാക്കുവാൻ കാരണമായ ഒരു പദ്ധതിയെ അവർ തകർക്കുവാൻ, രാമസേതുവിനെ ഇടിച്ച് തകർത്ത് പുതിയ ലാഭം കൊയ്യുവാൻ ശ്രമിക്കുന്നതിന്റെ കാരണം ഭാരതീയമായ ഒരു കാര്യത്തിലും ഈ നാട്ടിലെ പൗരന്മാർക്ക് അഭിമാനം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. ആ അഭിമാനം ഉണ്ടാകാതെ പോയതാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പലതവണ നമുക്ക് നഷ്ടപ്പെടുവാൻ കാരണം, 47-ൽ ഭാരതം വിഭജിക്കുവാൻ കാരണം. ആ അഭിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം, ഈ രാജ്യത്തിനെ വെട്ടിമുറിക്കണമെന്ന് പറയുമായിരുന്നു മുസ്ലിങ്ങൾ. ആ അഭിമാനബോധം കൊടുത്തില്ല.
ആ അഭിമാനബോധം നഷ്ടപ്പെടുത്താൻ ആദ്യം ശ്രമിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1857 150-ാം വർഷമാണല്ലോ ഇപ്പോ. നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് തെറ്റായി നമ്മളെ പഠിപ്പിച്ച സ്വാതന്ത്ര്യ സമരമാണ് ഇന്ന്. അതിന്റെ 150-ാം വർഷമാണ്. ആ സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോൾ അതിൽ നിന്നൊരു പാഠം ബ്രിട്ടീഷുകാർ പഠിച്ചു. എന്താ പാഠം? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഗള ആക്രമണങ്ങൾക്ക് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു വന്നത്. അതുകൊണ്ട് ഈ നില തുടർന്നാൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് ബ്രിട്ടനിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് കെട്ടുകെട്ടേണ്ടി വരും. അതുകൊണ്ട് ഇവരെ ഭിന്നിപ്പിച്ചേ പറ്റൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതക്കാരും ഒന്നിക്കുവാൻ പാടില്ല എന്ന തിരിച്ചറിവ് ബ്രിട്ടീഷുകാരനുണ്ടായി. അവൻ അതിനുള്ള ശ്രമം ആദ്യമായി നടത്തിയതാണ് ആംഗ്ലോ ഓറിയന്റൽ അലിഗാർ കോളേജ് എന്ന് പറയുന്ന കോളേജ്. ആ പരീക്ഷണത്തിലൂടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേറെയാക്കുവാൻ ശ്രമിച്ചു. കുറെ അധികം മുസ്ലിങ്ങൾ വന്നു. അങ്ങനെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ വീണ്ടും രണ്ടാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന ധാരണയിലാണ്. അത് വിജയിച്ചോ എന്ന ടെസ്റ്റ് ഡോസാണ് 1905 അവർ ഭാരതത്തെ വിഭജിച്ച്, ബംഗാളിനെ വിഭജിച്ചത്, ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ വേറെയാക്കിയത്. പക്ഷെ വിജയിച്ചില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ നടത്തിയ വിഭജനം റദ്ദു ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്ന് മാത്രമല്ല, അവർ നടത്തിയ മുദ്രാവാക്യം, പ്രസംഗിച്ചത് സ്വരാജ്യത്തിനും സ്വധർമ്മത്തിനും വേണ്ടി ഞങ്ങൾ സമരം നടത്തുന്നു എന്നാണ് മുസ്ലിങ്ങൾ വിളിച്ചത്. അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം അവർ മുഴക്കിയത് ഭാരതത്തിന്റെ സ്വധർമ്മം വീണ്ടെടുക്കുവാൻ, ഭാരതത്തിന്റെ സ്വരാജ്യം വീണ്ടെടുക്കുവാൻ, സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുവാൻ. പക്ഷേ അന്ന് ബ്രിട്ടീഷുകാരൻ ശ്രമിച്ചിട്ട് വിഭജിക്കുവാൻ കഴിയാതെ പോയത് ഭാരതീയരായ നമ്മൾ സാധിച്ചെടുത്തു. പ്രീണനം കൊണ്ട് അവർ പരാജയപ്പെട്ടിടത്ത് നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് തൊട്ട് 1905 പരാജയപ്പെട്ട മതപ്രീണനം കൊണ്ട് രാജ്യത്തെ ശിഥിലമാക്കാൻ കഴിയില്ല എന്ന അവരുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മളുടെ നേതാക്കന്മാർ വഴിമാറി നമ്മൾ പ്രീണനത്തിലേക്കാണ് നയിച്ചത്. മതപരമായി ചിന്തിക്കുവാൻ, മതപരമായി രണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുക മാത്രമല്ല, ഓരോ കാര്യങ്ങളും നടത്തി ഭാരതം വിഭജിച്ചു കൊടുത്തു. 55 കോടി നൽകി അവർക്ക്. എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു. പ്രത്യേക നിയോജക മണ്ഡലം കൊടുത്തു. പ്രീണനങ്ങളുടെ ഒരു വലിയ അവസ്ഥയായിരുന്നു. ഇന്നും പ്രീണനത്തിന് ഒരൊടുക്കമുണ്ടോ? ഇന്നും പ്രീണനങ്ങൾക്ക് എവിടെയെങ്കിലും അവസാനമുണ്ടോ? നിങ്ങളുടെ ക്ഷേത്രങ്ങൾ, കിടങ്ങൂർ ക്ഷേത്രമോ മറ്റു വലിയ ക്ഷേത്രങ്ങളോ ഭരിക്കുവാൻ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് അനുവാദമില്ല. അത് സർക്കാർ ഭരിക്കും. പക്ഷേ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളോ മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങൾ ഭരിക്കുവാൻ അവർക്ക് അധികാരം. ആ അധികാരം ഹിന്ദുവിനില്ല. പ്രീണനം അവർക്ക് ഉണ്ട്, നമുക്കില്ല. ഓരോ സന്ദർഭത്തിലും വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം അവർക്ക്. ഇന്നല്ലേ ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഒരു ഭീകരമായ കുറ്റകൃത്യത്തിൽ നിന്നും പുറത്തു വന്ന ഒരു കുറ്റവാളിയെ സ്വീകരിക്കുവാൻ ഈ രാജ്യത്തിന്റെ തലവന്മാർ ആലവട്ടവും വെഞ്ചാമരവുമായി പോയി സ്വീകരിച്ച് ഒരു കുറ്റവാളിയെ ആനയിക്കേണ്ട ഗതികേട് ഈ രാജ്യത്തിനല്ലാതെ ഭാരതത്തിന് വെളിയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുന്നു. ആ പ്രീണനങ്ങളുടെ ഒരു വലിയ പ്രളയം നടക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെറുതെ പറഞ്ഞു പോയാൽ ഒരു വസ്തുതാപരമായ ഒരു സാധനം, ഈ പ്രീണനത്തിന്റെ തെളിവ് എവിടം വരെ എത്തി എന്നുള്ളത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മിസോറാം പ്രദേശ് കോൺഗ്രസ് ഹൈക്കമ്മിറ്റി ഇലക്ഷൻ മാനിഫെസ്റ്റോ, അസംബ്ലി ഇലക്ഷൻ 1989, 1989 അസംബ്ലി ഇലക്ഷനിൽ മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് പുറത്തിറക്കിയ 2 തരം പ്രകടന പത്രിക. ഒന്ന് അവരുടെ പ്രാദേശിക ഭാഷയിലും ഒന്ന് ഇംഗ്ലീഷിലും. രണ്ടിലും 2 കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്തത്. ഇംഗ്ലീഷിൽ ഇറക്കിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ 2 എണ്ണം ഞാൻ പറയാം. The MCC, Mizoram Congress High Committee, is committed to formulate programs and evolve modus operandi for implementation of the programs and to establish a government in tandem with Christian principles. വിശദീകരണം ആവശ്യമില്ലല്ലോ. മറ്റൊന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ടു റിവൈസ് സ്കൂൾ സിലബസ് ഓൺ ദി ബേസിസ് ഓഫ് മിസോ കൾച്ചർ ആൻഡ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ്. ക്രിസ്ത്യൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണവും മറ്റ് സംവിധാനങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ഞങ്ങൾ പുനരാവിഷ്കരിച്ച് നടപ്പാക്കാം ഞങ്ങളെ അധികാരത്തിലേറ്റിയാൽ.
ഒരു മതേതര രാജ്യമെന്ന് നാഴികക്ക് 40 വട്ടം ഉദ്ഘോഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു മതക്കാരോട് പറയുക, ഞങ്ങളെ അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ സംസ്ഥാനത്ത്, നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്താം എന്ന് പറഞ്ഞാൽ ഏത് പ്രീണനത്തിന്റെ ഏത് അറ്റം വരെയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പോകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? ഇന്നും ഭാരതത്തിന്റെ വിഭജനം 47-ലല്ല, ഇനിയും ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ മിസോറാമിൽ പറയുന്നത് ഇന്ത്യൻ പട്ടികൾ, മിസോറാമിലും നാഗാലാൻഡിലും ഒക്കെ ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു കുറെ വർഷം മുൻപ്, ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാ വിഭജനം? പ്രീണനം മാത്രമല്ല, പ്രീണനമാണ് അതിന്റെ കാരണമെങ്കിൽ അതിന്റെ ഒടുവിലത്തെ അടയാളം ജനസംഖ്യാപരമായ മാറ്റം. എപ്പോഴാണോ ജനസംഖ്യ ഈ ഹിന്ദുസ്ഥാനത്തിലെ ഹിന്ദുക്കളുടെ സംഖ്യ കുറയുന്നത്, അപ്പോഴൊക്കെ വിഭജനം ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ചല, ജലധി, തരംഗ. എവിടെയുണ്ട് ഭാരതത്തിൽ? പഞ്ചാബുണ്ടോ ഭാരതത്തിൽ? ഒരു മൂലയെ നമ്മുടെ കയ്യിലുള്ളൂ. സിന്ധു പൂർണ്ണമായി പാകിസ്ഥാനിലാണ്. ഗുജറാത്തും മറാഠയും ഉണ്ട്, ഉത്കലമുണ്ട്. വംഗദേശം എവിടെ? ബംഗ്ലാദേശ് എവിടെ? ഭാരതത്തിൽ. നാം ദേശീയ ഗാനം പാടുന്നത് അപമാന ഭാരത്തോടു കൂടി വേണം. എന്തുകൊണ്ട്? അന്യന്റെ കയ്യിലിരിക്കുന്ന രാജ്യത്തെ കുറിച്ച് സ്വന്തം മാതൃരാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ ഗാനം പാടേണ്ടി വരുന്ന ഗതികേട് ലോകത്തിൽ ഭാരതത്തിലല്ലാതെ മറ്റൊരു രാജ്യത്തും ഉണ്ടാവുകയില്ല. അന്യ രാജ്യത്തെ കുറിച്ച് നമ്മൾ പുകഴ്ത്തിപ്പാടുവാൻ. ആ ഭാരതം നമുക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? എപ്പോഴാണോ അവിടെ ഭാരതത്തിലെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞത്, അപ്പോൾ നമുക്ക് ഭാരതത്തിന്റെ 2 പ്രദേശവും പോയി. മതേതരത്വം നിന്ന് നാം ഉദ്ഘോഷിക്കുന്ന വാക്കുകളുണ്ടല്ലോ, എപ്പോൾ വരെ? കിടങ്ങൂരിൽ എന്നുവരെ മതേതരത്വം ഉണ്ടാകും എന്ന് പറയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഒരുപക്ഷെ നമ്മുടെ മേജർ സാറിന് അറിയുമായിരിക്കാം. മലബാറിലേക്ക് പോയാൽ, ആലപ്പുഴയിൽ പോയാൽ, പാലക്കാട് പോയാൽ കാണാം. വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം നിങ്ങളെല്ലാവരും ചിലരെങ്കിലും കേട്ടിട്ടുണ്ട്. ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ, ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. എന്താ അർത്ഥം? മാപ്പിള സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നാണോ? മുസ്ലിം സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നാണോ അർത്ഥം? അതോ ഗവൺമെന്റ് മാപ്പിള സ്കൂൾ നടത്തുന്നു എന്നാണോ അർത്ഥം? അല്ല. ഇത് എയ്ഡഡ് സ്കൂളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇത് പ്രൈവറ്റ് സ്കൂളിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ സർക്കാർ സ്കൂള്, ഗവൺമെന്റ് സ്കൂള്, പാഠങ്ങൾ പഠിക്കുവാൻ പോകുന്ന സർക്കാർ സ്കൂളിന്റെ പേരാണ് ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂൾ. എങ്ങനെയാണെന്നറിയുമോ? എപ്പോഴാണോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ 51% കുട്ടികൾ മുസ്ലിം കുട്ടികളാകുന്നത്, അന്നു മുതൽ ആ സർക്കാർ വിദ്യാലയം മാപ്പിള വിദ്യാലയം എന്ന് പുനർനാമകരണം ചെയ്യണം. ഇത് കേരള ഗവൺമെന്റിന്റെ നിയമമാണ്. എപ്പോഴാണോ 51% മുസ്ലിം കുട്ടികളാവുന്നത്, ആ സ്കൂൾ മതേതര സ്കൂൾ, സർക്കാർ സ്കൂൾ, മാപ്പിള സ്കൂളാവും. അപ്പോൾ മതേതരത്വം എപ്പോ വരെ? 51%-ൽ നിന്ന് ഹിന്ദുക്കൾ 49% ആകുന്നയിടം വരെ. ഒരു സ്കൂളിൽ 51% മുസ്ലിം കുട്ടികളായാൽ ആ സർക്കാർ സ്കൂൾ മാപ്പിള സ്കൂളാകുമെങ്കിൽ, ഒരു ജില്ലയിൽ 51% മുസ്ലിം കുട്ടികൾ ജനങ്ങളായാൽ ആ ജില്ല മാപ്പിള ജില്ല, മലപ്പുറം ജില്ല. ഒരു സംസ്ഥാനം 50%-ൽ കൂടുതൽ മുസ്ലിം ജനസംഖ്യയായാൽ ആ സംസ്ഥാനം മതേതര സംസ്ഥാനം, മാപ്പിള സംസ്ഥാനം, കാശ്മീർ സംസ്ഥാനം. ഒരു പ്രദേശം മുഴുവൻ 50%-ൽ കൂടുതൽ മുസ്ലിം ജനസംഖ്യയായാൽ ആ പ്രദേശം ഭാരതത്തിൽ നിന്ന് വിട്ടുപിരിയും. അതോടുകൂടി പാകിസ്ഥാനും ബംഗ്ലാദേശും. എവിടം വരെ മതേതരത്വം? എപ്പം വരെ മതേതരത്വം? 51%-ന്റെ കണക്കിൽ ഒടുങ്ങും മതേതരത്വം. 1905-ൽ 0.05% ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. 0.05%. 100 കൊല്ലം കൊണ്ട് നാഗാലാൻഡിൽ 2001-ലെ സെൻസസ് അനുസരിച്ച് 90% ക്രിസ്തുമത സംഖ്യ. അതുകൊണ്ട് നാഗാലാൻഡ് ഇന്ന് ഭാരതത്തിൽ ഇവരെ പോലെയുള്ളവർ കാവൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രദേശമാണെന്ന് പറയാം. ഭാരതത്തിലില്ല. 0.5% മാത്രം ഉണ്ടായിരുന്നു മിസോറാമിൽ. ഇന്ന് 80% ക്രിസ്തുമത സംഖ്യയാണ് മിസോറാം. മിസോ ദേശീയ മുന്നണി പറയുന്നു ഞങ്ങൾക്ക് പ്രത്യേക സംസ്ഥാനം വേണം എന്ന്. പറഞ്ഞതിന്റെ സാരം, എപ്പോഴാണ് ഭാരതത്തിന്റെ ഐക്യം നിലനിൽക്കുന്നത്, എപ്പോഴാണ് ഭാരതത്തിന്റെ അഖണ്ഡത നിലനിൽക്കുന്നത്, എപ്പോഴാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്,
ആ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഈ 50% കണക്ക് നാം ശരിയായി അറിയണം. ആ അറിവിലേക്ക് ഇനി എന്നാണ് ഭാരതീയൻ ഉണരുക? ഹിന്ദുക്കൾ ഉണരുക, മുസ്ലിങ്ങൾ ഉണരുക. ദേശീയ മുസ്ലിങ്ങളെ ഉണ്ടാക്കേണ്ടതായിരുന്നില്ലേ നമ്മുടെ നേതാക്കന്മാർ? വർഗീയ മുസ്ലിങ്ങളെ ഉണ്ടാക്കേണ്ടായിരുന്നു. മുഹമ്മദ് അലി ജിന്നയല്ലേ ഭാരതത്തിനെ വിഭജിച്ചു എന്ന് നാം പഠിച്ചിരിക്കുന്നത്? അല്ല. 1919 ഖിലാഫത്ത് സമരം ഉണ്ടായപ്പോൾ, 2021 ഉണ്ടായ ഖിലാഫത്ത് സമരം കോൺഗ്രസ് ഏറ്റെടുത്തപ്പോൾ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, ഏറ്റെടുക്കരുത്, ഇത് മതപരമായി, ഇത് ഏറ്റെടുത്താൽ മതപരമായി ഭാരതത്തിനെ രണ്ടാക്കും, അതുകൊണ്ട് ഇത് ഏറ്റെടുക്കരുത് എന്ന് മുഹമ്മദ് അലി ജിന്ന 1920 അതിനു മുൻപും പറഞ്ഞതാണ്. ഭാരതത്തിലെ ദേശീയ വികാരം മാത്രമേ നേതാക്കന്മാർ സൃഷ്ടിക്കാൻ പാടുള്ളൂ എന്ന് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞതാണ് ഒരു സന്ദർഭം. മറ്റൊരു സന്ദർഭം, ചേറ്റൂർ ശങ്കരൻ നായർ, മലയാളിയായ മലബാറുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വർഷത്തിൽ വേദിയിൽ കോൺഗ്രസിന്റെ ഒരു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നടക്കുമ്പോൾ ആ വേദിയിൽ അധ്യക്ഷത വഹിച്ച ചേറ്റൂർ ശങ്കരൻ നായർ ഇരിക്കെ വന്ദേമാതരം പാടി ഭാരതത്തിന്റെ ദേശീയ ഗാനം. ആ വന്ദേമാതരം പാടിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റില്ല. അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന വന്ദേമാതരം കഴിഞ്ഞപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അധ്യക്ഷൻ മാപ്പ് പറയണം. വന്ദേമാതരം പാടിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തതിന്റെ പേരിൽ അധ്യക്ഷൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. എന്താ കാരണം? വന്ദേമാതരം ഈ നാടിന്റെ ദേശീയ ഗാനമാണ്, ഈ നാടിന്റെ വികാരത്തെ ഉണർത്താൻ കഴിയുന്നതാ. അതുകൊണ്ട് അതിനെ ആദരിക്കാതിരുന്ന അധ്യക്ഷൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ചേറ്റൂർ പറഞ്ഞു, ഇരുന്നു കൊണ്ട് പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ എൻ്റെ ശരീരം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ടാണ്, ആദരവ് കുറവ് കൊണ്ടല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ സാരം, അന്ന് വന്ദേമാതരം പാടിയപ്പോൾ അതിനെ ആദരിക്കാത്തതിനെ ചോദ്യം ചെയ്ത മുഹമ്മദ് അലി ജിന്ന, ഖിലാഫത്ത് പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്, അത് മറ്റൊരു രാജ്യത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഖിലാഫത്തിനെ എതിർത്ത മുഹമ്മദ് അലി ജിന്ന എങ്ങനെയാണ് ഭാരതത്തിന്റെ വിഭജനത്തിന് കാരണക്കാരനായി മാറിയത്? ആരാണ് മാറ്റിയത്? ആ മാറ്റിയതാണ് നമ്മളുടെ നേതാക്കന്മാർ, നമ്മുടെ പൂർവികന്മാർ. നമ്മളെ രണ്ടാക്കുവാൻ, മതപരമായി രണ്ടാക്കുവാൻ, ജാതീയമായി രണ്ടാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിനെ ഒന്നാക്കി നിർത്തുവാൻ ആര് പണിയെടുക്കും? ആര് പരിശ്രമിക്കും? എന്താണ് വഴി? ആ വഴി അന്വേഷിക്കുവാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിശ്രമം. രാഖി ബന്ധനത്തിലൂടെ ഒരു പുതിയ പ്രതിജ്ഞ എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? രാഖി ബന്ധനത്തിലൂടെ നമുക്ക് ഈ പ്രതിജ്ഞയെ, നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ നമ്മുടെ പൂർവികന്മാർ എടുത്ത പ്രതിജ്ഞയെ വീണ്ടും നമുക്കൊന്നുകൂടി പുനഃപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമോ? ഈ നഷ്ടപ്പെടുവാൻ പോകുന്ന സ്വാതന്ത്ര്യത്തെ ഇനി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കും പട്ടാളക്കാർ മാത്രം. അദ്ദേഹം മുമ്പേ പറഞ്ഞപ്പോഴാണ് ഒരു കണക്ക് മനസ്സിലായത്. 40 ലക്ഷം പട്ടാളക്കാരാണ് ആകെ ഭാരതത്തിലുള്ളത്. 40 ലക്ഷം. എത്ര മടങ്ങുണ്ട് ജനങ്ങൾ? ഇത്രയും വിസ്തൃതമായ ഒരു രാജ്യം, ഇത്രയും വിസ്തൃതമായ അതിർത്തിയുള്ള ഒരു രാജ്യം, 3 വശത്തും കടലാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യം. പണ്ട് സുരക്ഷിതമായിരുന്നു കടലെങ്കിൽ ഇന്ന് സുരക്ഷിതമല്ല കടൽ. കടലിലൂടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം വരുന്നത് ഭാരതത്തിലേക്ക്, ഭീകരന്മാർ നുഴഞ്ഞു കയറുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ മിലിറ്ററിയും കോസ്റ്റ് ഗാർഡും ഒരുപോലെ ആവശ്യപ്പെട്ടതാണ് കേരളത്തിന്റെ തീരം, വിശേഷിച്ചും കോഴിക്കോട്, മലപ്പുറം, മലബാർ ഭാഗത്തെ കടൽ തീരത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന്. എന്തുകൊണ്ട് സ്ഥാപിക്കുന്നില്ല? സ്ഥാപിച്ചാൽ കടലിലൂടെ വരുന്ന കള്ളക്കടത്തുകളോ, കടലിലൂടെ വരുന്ന ആയുധങ്ങളോ, കടലിലൂടെ വരുന്ന ഭീകരന്മാരോ. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് തൊട്ട് മുമ്പ് നടന്ന സൗഹൃദ സമ്മേളനത്തിൽ. ആ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നില്ല? നിങ്ങളുടെ വീടിന്റെ അയൽപക്കത്ത് ഒരപരിചിതൻ വന്ന് താമസിച്ചാൽ അവൻ ആരാണെന്ന് അന്വേഷിക്കുവാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചു. ശ്രമിച്ചാലത്തെ അനുഭവം എന്താണെന്ന് അറിയുമോ? ഞാൻ വയനാട്ടിൽ പ്രചാരകമായിരുന്നപ്പോ, RSSന്റെ പ്രചാരകമായിരുന്നപ്പോ, അവിടെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിന്റെ പ്രതികൾ അവിടെ മേപ്പാടിയിൽ വന്ന് താമസിച്ചത് എനിക്ക് നേരിട്ടറിയാം. ആ പ്രതികളെ കണ്ടെത്തി അതിനു മുമ്പ് തന്നെ തമിഴ്നാട് പോലീസ് വയനാട്ടിൽ വന്നിരുന്നു. RSSന്റെ പ്രചാരകന്മാരെയും നേതാക്കന്മാരെയും കണ്ടു പറഞ്ഞു, ഈ ജില്ലയിലേക്ക് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന്. അന്വേഷിച്ചു, കണ്ടെത്തി. മേപ്പാടിയിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന 9ഓളം പ്രതികളെ കണ്ടെത്തി പോലീസിന് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പിടിക്കുവാൻ തമിഴ്നാട് പോലീസ് എത്തിയപ്പോഴേക്കും ഇവർ രക്ഷപ്പെട്ടിരുന്നു. ആര് പറഞ്ഞിട്ട്?
ആരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്? ആരാണ് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തത്? നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദേശികളെ, ഭാരതീയരല്ലാത്ത കേരളീയരല്ലാത്ത ആൾക്കാരെ ഈ ബംഗ്ലാദേശികൾ കേരളത്തിൽ നുഴഞ്ഞു കയറിയത് കണ്ടുപിടിച്ച് കേരളത്തിന്റെ പോലീസിനെ നേരിട്ടറിയിച്ചിട്ടും എന്തുകൊണ്ട് പിടിക്കുന്നില്ല? കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ജീവിതം നാടിന് വേണ്ടി ഉഴിഞ്ഞു വെച്ചവർ. എത്ര പേർ മരിച്ചു? സ്വയം സേവകർ. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടാണ്. ജനങ്ങൾ മുഴുവൻ കാവൽ നിൽക്കുവാൻ തയ്യാറല്ലെങ്കിൽ ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധം ഉണർത്തുവാൻ, ആ ജനങ്ങളിൽ ദേശീയ ബോധം ഉണർത്തുവാൻ, നിത്യവും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഭാരതമാതാവിന് ജയ് വിളിക്കുവാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 80-ലധികം വർഷങ്ങളായിട്ട് ഈ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് ഓരോ നിമിഷവും കാവലിരിക്കുവാൻ, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തെ കാത്തുസൂക്ഷിക്കുവാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് സ്വയം സേവകർ പ്രവർത്തിക്കുന്നത്. അത് പക്ഷേ സ്വയം സേവകരുടെ മാത്രം ദൗത്യമല്ല. ഇന്ത്യൻ പട്ടാളം 40 ലക്ഷം വിചാരിച്ചാൽ ഒരു രാജ്യം മുഴുവൻ സുരക്ഷിതമല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം മാത്രം വിചാരിച്ചാലും അത് സാധ്യമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ വിചാരിക്കണം. അങ്ങനെ വിചാരിക്കണമെങ്കിൽ ആ വിചാരിക്കുവാനുള്ള അഭിമാന ബോധം, അങ്ങനെ വിചാരിപ്പിക്കുവാനുള്ള പ്രേരണ അവർക്ക് നൽകണം. നൽകേണ്ടത് ഒരൊറ്റ മാധ്യമമേ ഉള്ളൂ, വിദ്യാഭ്യാസം. പൗരബോധം ഉണർത്തുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ദേശസ്നേഹം ഉണർത്തേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. രാജ്യസ്നേഹം ഉണർത്തേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഈ നാടിന് വേണ്ടി വന്നാൽ മരിക്കുവാൻ പ്രാപ്തരാക്കേണ്ടതും വിദ്യാഭ്യാസത്തിലൂടെയാണ്. നിങ്ങൾക്കും ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുക. ഈ വിദ്യാഭ്യാസത്തിലൂടെ ഈ നാടിന് വേണ്ടി ജീവിക്കുവാനും ഈ നാടിന് വേണ്ടി മരിക്കുവാനും തയ്യാറുള്ള ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ഭരണാധികാരിമാർക്ക് കഴിയുമോ? നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയുമോ? അത് സാധിക്കാതെ എങ്ങനെയാണ് ഈ 40 ലക്ഷം പട്ടാളക്കാരെ കൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു രാജ്യം സംരക്ഷിക്കുവാൻ കഴിയുക? അത് ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെയും ഓരോ മനുഷ്യന്റെയും പൗരബോധത്തിൽ നിന്നാണ് രാഷ്ട്രത്തിന്റെ സുരക്ഷ നിലനിൽക്കുന്നത്, രാഷ്ട്രം നിലനിൽക്കുന്നത്. പ്രാചീനമായ ഒരു ചോദ്യമുണ്ട് ഭാരതീയ ഋഷിയോട്, എവിടെയാണ് രാഷ്ട്രം ജീവിക്കുന്നത് എന്ന. ആ ചോദ്യത്തിന്റെ ഉത്തരം മനുഷ്യന്റെ ഹൃദയത്തിലാണ് രാഷ്ട്രം ജീവിക്കുന്നത് എന്ന. മനുഷ്യ ഹൃദയത്തിൽ തന്റെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം എത്ര കാലമുണ്ടോ അത്രയും കാലം ആ രാജ്യം നിലനിൽക്കും. നമ്മുടെ മനസ്സിൽ എത്ര കാലം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനബോധം നിലനിൽക്കുമോ അത്ര കാലം ആ രാഷ്ട്രം നിലനിൽക്കും. ഈ നാടിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി വന്നാൽ മരിക്കുവാനും തയ്യാറുള്ള പൗരന്മാരെ സൃഷ്ടിക്കുവാൻ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് സാധ്യമല്ല. അത് പാടില്ല എന്നാണ് നമ്മുടെ ദേശീയ നേതാക്കന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വഴിപിഴച്ചുപോയ തലമുറ നമ്മുടെ പൗരന്മാരായി മാറിയത്. ഒന്നുകിൽ അങ്ങനെ ഞാൻ അവസാനിപ്പിക്കാൻ കൂടുതൽ ഏടാകൂടത്തിലേക്ക് ചാടണ്ട. ഈ പൗരബോധം, ഈ രാജ്യസ്നേഹം അത് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്നതല്ല. അധ്യാപകൻ മാത്രം പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രസംഗത്തിലൂടെ കിട്ടുന്നതല്ല, നിത്യജീവിതത്തിലൂടെ കിട്ടണം. ദേശസ്നേഹം ഒരു കുട്ടിക്ക് അമ്മയോട് മമതയുണ്ടാവുന്നത് ആ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരച്ഛനോട് ബഹുമാനം ഉണ്ടാവുന്നത് ആ അച്ഛന്റെ തണലിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. തന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി വന്നാൽ മരിക്കുവാനും ഒരു പൗരന് പ്രേരണ കിട്ടണമെങ്കിൽ ഈ നാടിനെ കുറിച്ചുള്ള അറിവ് ആദ്യം നൽകണം. ആ അറിവിൽ നിന്ന് അഭിമാന ബോധമുണ്ടാവണം. അഭിമാന ബോധം നൽകുവാൻ കഴിയുന്ന വിദ്യാഭ്യാസം ഉണ്ടാവണം. അതുണ്ടാകാത്തത് കൊണ്ടാണ് ഭാരതം വീണ്ടും വീണ്ടും അധപ്പതനത്തിലേക്ക് 60 വർഷത്തിന് ശേഷം പോകുന്നത്. പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? നഷ്ടപ്പെടുന്ന ഭാരതത്തിന്റെ മണ്ണ് 1000 കോടി രൂപ കൊണ്ടാണ് എറണാകുളം ജില്ല വിലയ്ക്ക് വാങ്ങിച്ചത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു ജില്ല പോയിരിക്കുന്നു. കേരളീയന്റെ കയ്യിൽ നിന്ന്, ഭാരതത്തിന്റെ കയ്യിൽ നിന്ന്, ഭരണാധികാരിമാരുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ആര് വാങ്ങിയതെന്ന് അറിയില്ല. ഈ ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിനെ കഴിഞ്ഞും നീളമുള്ളതല്ലേ കണ്ടെയ്നർ, അതിലൂടെ വരുന്ന കോടാനുകോടി രൂപ ആരാണ് ചെലവഴിച്ചത്? അത് ഈ രാജ്യത്ത് എന്തിനു ചെയ്തു? കോസ്റ്റ് ഗാർഡ് തന്നെ വെക്കരുത് എന്ന് പറഞ്ഞില്ലേ? വെച്ചാൽ എന്താ കുഴപ്പം? ഉൾക്കടലിൽ വരുന്ന കപ്പലുകളിൽ നിന്ന് വരുന്ന കള്ളനോട്ടുകളും ആയുധങ്ങളും കോസ്റ്റ് ഗാർഡ് പിടിക്കും. അങ്ങനെ പിടിച്ചാൽ രാജ്യം സുരക്ഷിതമായി നിലനിൽക്കും. അങ്ങനെ രാജ്യ സുരക്ഷ ഉണ്ടാകരുത്. വിഭജിച്ചു പോകണം. ഒരു 500 കൊല്ലം കഴിഞ്ഞാൽ ഭാരതം ഇല്ലാതെയാവണം.
അങ്ങനെ ഇല്ലാതെയാകുവാൻ ഒരു വശയെ പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക്, വിദ്യാഭ്യാസം നേടുന്ന യുവതികൾക്കും യുവാക്കന്മാർക്കും കുട്ടികൾക്കും കാരണവന്മാർക്കും എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? കിടങ്ങൂരിൽ നിന്ന് ചർച്ച ചെയ്താൽ ലോകം നന്നാക്കാമെന്നല്ല, ഭാരതത്തെ രക്ഷിക്കാമെന്നല്ല. പക്ഷേ ഇവിടെ നിന്ന് തുടങ്ങാൻ കഴിയണം. ഇവിടം കൂടി പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതിയോ? ഇവിടം കൂടി പോകുമ്പോൾ കാശ്മീരിൽ ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നപ്പോ നമുക്കൊക്കെ സങ്കടമുണ്ടായിരുന്നോ? സങ്കടമുണ്ടായിരുന്നില്ല. ഞാനൊരു വീട്ടിലിരുന്നൊരു അമ്മയോട് സംസാരിച്ചപ്പോ ആ അമ്മയ്ക്ക് മാത്രം ദുഃഖം. ചോദിച്ചപ്പോൾ എന്താ കാര്യം? ആ അമ്മയുടെ മകൻ കാശ്മീരിൽ പട്ടാളക്കാരനാണ്, അതുകൊണ്ട് ആ അമ്മയ്ക്ക് ദുഃഖം. ഇവിടെ ഈ കിടങ്ങൂരിലുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ദുഃഖമുണ്ടായില്ല? കാശ്മീരിൽ ബോംബ് പൊട്ടിയപ്പോൾ നമ്മൾ സമാധാനിച്ചു. അതങ്ങ് വടക്കേ അറ്റത്തല്ലേ, കേരളം ശാന്തമാണ് എന്ന് നാം പറഞ്ഞു. അതിനിപ്പുറത്ത് ബോംബ് പൊട്ടി ഡൽഹിയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ നാം പറഞ്ഞു അത് വടക്കേ ഇന്ത്യയിലാണ്, അവിടുത്തെ ഭീകരന്മാരാണ്. കേരളം സുരക്ഷിതമാണ്, ശ്രീനാരായണന്റെ പ്രദേശം, ശ്രീശങ്കരന്റെ പ്രദേശം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു. വീണ്ടും തെക്കോട്ടേക്ക് വന്ന് കോയമ്പത്തൂരിൽ ബോംബ് പൊട്ടിയപ്പോൾ നാം പറഞ്ഞു കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്, ഇവിടെ ഒരു കലാപവും ഉണ്ടാവില്ല, ഇവിടെ ഒരു ഭീകരപ്രവർത്തനവും ഉണ്ടാവില്ല എന്ന്. ഇന്ന് കോഴിക്കോട്ടും തൃശ്ശൂരിലും കണ്ണൂരിലും തിരുവനന്തപുരത്തും കരുനാഗപ്പള്ളിയിലും ബോംബ് പൊട്ടുമ്പോൾ കിടങ്ങൂരുള്ളവർ എന്തു പറയും? അത് അവിടെയല്ലേ, കിടങ്ങൂരിൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞാൽ നാളെ കിടങ്ങൂരമ്പലത്തിൽ ബോംബ് പൊട്ടുമ്പോൾ സംരക്ഷിക്കുവാൻ ഒരു മനുഷ്യന് പോലും, ഒരു തെരുവ് നായ പോലും നമ്മളെ സംരക്ഷിക്കുവാൻ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉണ്ടാവുകയില്ല. ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണോ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടത്? അഥവാ ഇപ്പോഴാണോ നാം ശ്രമിക്കേണ്ടത്? ഈ നിമിഷം കൊണ്ട് ഇവിടെ നിന്നൊരു പ്രതിജ്ഞ എടുക്കുവാൻ, ഈ രാഹി നിങ്ങളുടെ കയ്യിൽ ബന്ധിക്കുമ്പോൾ ഇതൊരു പ്രതിജ്ഞയാക്കി മാറ്റുവാൻ. എന്നായാലും മരിക്കും, പലതും അതുവരെ ചെയ്തുകൊണ്ടേയിരിക്കും. നന്നായാലോ രസിക്കും, വഷളുകൾ തുടരുന്നവരെ ആരും ഹസിക്കും. അതൊരു കവിവാക്യമാണ്. നമ്മളൊക്കെ ജനിച്ചു, ഏതെങ്കിലും കാലത്തൊടുങ്ങും. ഈ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും ജീവിച്ചു എന്ന അർത്ഥം വരുവാൻ, ഈ നാടിനു വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുവാൻ കഴിയണമെങ്കിൽ അതിനുള്ള അഭിമാനബോധം, ആത്മബോധം ഉണരണം. ഭാരതീയത എന്താണ് എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ബോധത്തിലൂടെ, ആ ബോധത്തിൽ നിന്നുണ്ടാകുന്ന അഭിമാനത്തിലൂടെ, ആ അഭിമാനം കൊണ്ടുണ്ടാകുന്ന ജീവിതത്തിലൂടെ ഈ നാടിന്റെ മുക്കും മൂലയും സംരക്ഷിക്കുവാൻ, ഈ നാടിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ, ഇനി ഒരു കാലത്തും ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈവെക്കുവാൻ ഒരു ശത്രുവിനെയും, ഒരു ഭീകരപ്രവർത്തകനെയും, ഒരു വിദേശീയ അക്രമിയെയും നമ്മൾ അനുവദിക്കില്ല എന്ന ഉഗ്രപ്രതിജ്ഞ എടുക്കുവാൻ, അമ്മമാരുടെ മടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും ഈ തീവ്രമായ ദേശസ്നേഹം ഉണർത്തുവാൻ കഴിയണം. അത് പ്രസംഗിച്ചിട്ടില്ല, അമ്മമാരിലൂടെ ഉണ്ടാവണം, അച്ഛന്മാരിലൂടെ ഉണ്ടാവണം, ഗുരുക്കന്മാരിലൂടെ ഉണ്ടാവണം, അധ്യാപകരിലൂടെ ഉണ്ടായി ഈ നാടിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും, അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കുവാനുള്ള പ്രതിജ്ഞ എടുക്കുക മാത്രമാണ് വഴി. ഒന്നിച്ചു നിൽക്കുക. മതങ്ങൾ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റില്ല. ഹിന്ദുക്കളെങ്കിലും ഒന്നിച്ചു നിൽക്കുക. ഹിന്ദുക്കൾ കുറയുന്നിടത്താണുള്ള വിഭജനം. നിങ്ങൾക്കെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ പറ്റുമോ? കടങ്ങൂരിലെ നായർക്കും നമ്പൂതിരിക്കും ഈഴവനും പുലയനും ഹരിജനും ആശാരിക്കും ഒക്കെ ഒന്നിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മൾ കരയോഗത്തിന്റെ പേരിൽ വഴക്ക് കൂടിയാൽ മതിയോ? ഹിന്ദുക്കളായിട്ട് ജീവിക്കുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് ഭാരതത്തിൽ. മലപ്പുറത്ത് എനിക്കറിയാം, മലപ്പുറത്ത് പട്ടാപ്പകൽ ഈ കഴിഞ്ഞ നോയമ്പ് കാലത്ത്, റംസാൻ മാസക്കാലത്ത് പട്ടാപ്പകൽ ബസ് കാത്തു നിന്ന് ഒരു മനുഷ്യൻ തൊട്ടടുത്ത വീട്ടിൽ നിന്ന്, ഒരു വൃദ്ധൻ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചതിന്റെ പേരിൽ ആ വൃദ്ധനെ തെരുവിലിട്ട് അടിച്ചു പറ്റിയ പോലെ. എന്താ കാര്യം? ഇത് റംസാൻ മാസമാണ്, പകൽ തുള്ളി വെള്ളം പോലും കുടിക്കരുതെന്നാണ് ഖുർആൻ അനുശാസിക്കുന്നത്. അത് കുടിച്ചവൻ ഹിന്ദു ആണെങ്കിലും അടികൊള്ളും എന്ന് പറഞ്ഞ ആ വൃദ്ധനെ അടിച്ച രാജ്യമാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം രാജ്യമാണോ ഇത്? ഇതാണോ നാം ദൈവത്തിന്റെ സ്വന്തം രാജ്യം? മതേതരത്വം, സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത്. 18 സിനിമാശാലകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം കത്തിച്ചത്. കാരണം എന്താണെന്നറിയുമോ? സിനിമ ഇസ്ലാം വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് കുറെ അധികം പെൺകുട്ടികളെ, മലപ്പുറത്തെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ മതത്തിൽ നിന്ന് കുടുംബത്തോടെ പുറത്താക്കി, ഊരുവിലക്കി. കാര്യം എന്താണെന്ന് അറിയുമോ? ഭാരതീയ കല, നൃത്തം, ഭരതനാട്യം പഠിച്ചു എന്നുള്ളതായിരുന്നു കാര്യം. ഇത് കേരളത്തിൽ നടക്കുമെങ്കിൽ, മലപ്പുറത്ത് നടക്കുമെങ്കിൽ, കോട്ടയത്ത് നടക്കും, ഈ കിടങ്ങൂരിലും ഭാവിയിൽ നടക്കും. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ. അമൃതവചനത്തിൽ ഒരു വാക്യം പറഞ്ഞില്ലേ? സഹിഷ്ണുതയുടെ, ശാന്തതയുടെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശം മാത്രമല്ല ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടത്, ഉന്നതമായ കത്തിപ്പടരുന്ന ദേശസ്നേഹത്തിന്റെ ബെടവാഗ്നി കൂടി ജ്വലിപ്പിക്കുവാൻ കഴിയണം. അത് ജ്വലിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ അതിനുള്ള പരിശ്രമം ഉണ്ടാകണം. കൂട്ടായ്മയിൽ നിന്നേ വിജയമുണ്ടാവുകയുള്ളൂ. എപ്പോഴൊക്കെയാണോ നാം കൂട്ടായ്മ ഉപേക്ഷിച്ചത്, അപ്പോഴൊക്കെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു.
എപ്പോഴൊക്കെയാണോ നാം ഒന്നിച്ചു നിന്നത് അപ്പോഴൊക്കെ നാം സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. ഇനിയെങ്കിലും ഹിന്ദുക്കളെങ്കിലും കൂട്ടായ്മയോടുകൂടി ഈ കിടങ്ങൂരിലെ ജാതികൾ ആ ജാതികൾ നിലനിൽക്കട്ടെ. ജാതിക്കതീതമായി ചിന്തിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ കുട്ടികളെ ബോധവാന്മാരാക്കുവാൻ ഉള്ള പ്രയത്നം ഈ രാഖി ബന്ധനത്തിലൂടെ ആർജിക്കണമേ. അതിലൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പരിശ്രമത്തിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും നമ്മുടെ ഭാരതീയ ജീവിതം വീണ്ടെടുക്കുവാനുള്ള, വീണ്ടും സ്വരാജ്യം കിട്ടി അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണം, ഭാരതീയതയിൽ ജീവിക്കുവാനുള്ള പ്രയാണം, അത് നടത്തുവാനുള്ള പ്രതിജ്ഞ എടുക്കുവാൻ ഈ രാഖി ബന്ധനം നിങ്ങൾക്ക് പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും കയ്യിൽ രാഖി കിട്ടുന്നുണ്ടാവും. അതിനുശേഷം ഇവിടെ ഉദ്ദേശിച്ച് പറയുന്നുണ്ടാവും. ആദ്യം നമ്മുടെ ധ്വജത്തിന് രാഖി ബന്ധിക്കുന്നുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ കയ്യിൽ രാഖി ബന്ധിക്കുക. ആ രാഖി ബന്ധിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ രാഖി കിട്ടും. കൈ പിടിക്കരുത്, കൈ പിടിക്കുകയാണ്. നമ്മൾ ബന്ധിക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ മാത്രം നമ്മൾ തിരിഞ്ഞ് നിന്ന് നമ്മുടെ കയ്യിൽ രാഖി ബന്ധിക്കുന്നുണ്ടാവും. വേദന ശകലം പനിക്കുന്നുണ്ടോ? ഉണ്ട്. അല്ല ചൂടും അല്ല ജിഗോണി വന്ന് പോയതാണോ? അപ്പം പിന്നെ അതിൻ്റെ റിയടിക്കുക ഒരു 2-3 വട്ടം വരും വേദന. കറണ്ടില്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ നിർദ്ദേശിച്ചത്.